പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് എന്തിനെന്ന് സിപിഎം പറയണമെന്ന് കോഴിക്കോട് ഡിസിസി അധ്യക്ഷൻ പ്രവീൺ കുമാർ. പരാതിയില്ല എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുമ്പോഴും നടപടിയെടുത്തു. പ്രമോദ് വായു തുറന്നാൽ പല നേതാക്കളും മാളത്തിൽ ഒളിക്കേണ്ടി വരും. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് വിജിലൻസ് ഡിജിപിക്ക് പരാതി നൽകും. കോഴിക്കോട് സിപിഎമ്മിലെ മാഫിയയുമായി എന്തെങ്കിലും ഒരു കോൺഗ്രസുകാരന് ബന്ധമുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. എന്തിന്റെ പേരിലാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത്? പരാതിയില്ല എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുന്നു. പക്ഷേ നടപടി വരുന്നു. പരാതിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പുറത്താക്കപ്പെട്ട പ്രമോദ് പരാതിക്കാരെന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിൽ സമരം ചെയ്യുന്നു. അപ്പോൾ പരാതിയുണ്ട്. പരാതിയില്ല എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുകയും പുറത്താക്കപ്പെട്ട വ്യക്തി പരാതി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിൽ അമ്മയോടും മകനോടും കൂടി ഒപ്പം ചേർന്ന് സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇതിൽ ഏതാ ജനം വിശ്വസിക്കേണ്ടത്? അപ്പൊ ഇതിന്റെ അകത്ത് വ്യക്തമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കുമല്ലോ പ്രമോദ് പണം വാങ്ങിയിട്ടുണ്ടാവുക. 22 ലക്ഷം രൂപ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും പ്രമോദിനില്ല. PSC അംഗത്വം കൊടുക്കുവാനോ ആയുഷിൽ ഉന്നത പദവി കൊടുക്കാനുള്ള അധികാരങ്ങളും പ്രമോദിനില്ല. അത്തരമൊരു മാഫിയയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരുണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. പേര് പറയട്ടെ. ഇത്തരമൊരു മാഫിയയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരുടെ പേര് പറയട്ടെ. അവൻ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. ആദ്യത്തെ കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയിരിക്കും.